നമസ്കാരം. നമ്മുടെ പിണറായി സർക്കാർ പോലീസുകാരെ ഭരിക്കുന്നത് എങ്ങനെയാണ്? പാർട്ടിക്കാർ, നമ്മുടെ സഖാക്കൾ, നേതാക്കൾ, അവരെ ആരെങ്കിലും തൊട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ, തങ്ങളുടെ അനുഭാവികൾ ആരെങ്കിലും തൊട്ട് കളിക്കണമെങ്കിൽ പോലീസ് ആയാലും ശരി, ആരായാലും ശരി, വിവരം അറിയുമില്ലെങ്കിൽ അറിയിക്കും എന്നത് തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ 26 ഡിസംബർ 26, 25 നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു പോലീസുകാരൻ, 26 രാവിലെ പോകുന്ന ഒരു പോലീസുകാരൻ, ഒരു SI, പഴയന്നൂർ സ്റ്റേഷനിലെ SI കബീർ, അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ മുന്നിൽ നിന്നൊരു കാറ് വരുന്നു. ആ കാറ് അദ്ദേഹത്തിന് നേരെയാണ് വരുന്നത്, ബൈക്കിന് നേരെ വരുന്നു. ഇദ്ദേഹം ഹോൺ അടിക്കുന്നു, ലൈറ്റ് ഇടുന്നു, ഒരു രക്ഷയുമില്ല, കാറ് നേരെ വരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രാണൽ ഭയം ഉണ്ടല്ലോ. ഇനി ഒരു 2 വർഷമോ 2.5 വർഷം കൂടെ ഉണ്ട്, പെൻഷൻ പറ്റാനുണ്ട്. പിന്നെ വീടും കുടുംബവുമായിട്ട് നല്ല ബന്ധത്തിലാണ്, നല്ല സുഖത്തിലാണ്, സംതൃപ്ത ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം നേരെ ഫുട്പാത്തിലേക്ക് വാഹനം കയറ്റി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബൈക്ക് ഫുട്പാത്തിലേക്ക് കയറ്റി അദ്ദേഹം ജീവൻ രക്ഷപ്പെടുത്തി. ആ വാഹനത്തിന്റെ നമ്പർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു, ഒന്ന് പിടിക്കാൻ പറഞ്ഞു. കാര്യം വാഹനം നിർത്താൻ പറഞ്ഞിട്ട് നിർത്താതെ പോവാണ് മാന്യൻ. സ്റ്റേഷനിലെ നമ്പർ കൊടുത്തിട്ട് ആളെ വിളിച്ചു വരുത്തിക്കോ, മദ്യപിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കിക്കോ, വേണ്ട കാര്യങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. പോലീസുകാരൻ അതുപോലെ ചെയ്തു. വിളിച്ചു വരുത്തി, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കി, ഒരു 1000 രൂപ ഫൈനും അടിച്ചു കൊടുത്തു. കഥ അവിടെ തീരുമെന്നാണ് കരുതിയത്. പക്ഷെ യഥാർത്ഥത്തിൽ കഥ അവിടെ തുടങ്ങുകയായിരുന്നു. പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോഴാണ് ആളാരാന്ന് മനസ്സിലായത്. ദേശാഭിമാനിയുടെ ലേഖൻ, അതുപോലെ കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ES സുഭാഷ്. ആ മാന്യദേഹമാണ് ഇവിടെ ഫൈൻ അടയ്ക്കേണ്ടി വന്നത്, പോലീസ് സ്റ്റേഷനിൽ വരേണ്ടി വന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യമുണ്ടാകും. പ്രത്യേകിച്ച് ഒരു പാർട്ടി അനുഭാവിയാണ്, പാർട്ടി പത്രത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മാന്യതയ്ക്ക് കോട്ടം തട്ടുമ്പോൾ അതിനൊരു പ്രതികാര നടപടി ഉണ്ടാവുമല്ലോ. നേരെ വിളിച്ചു MLAക്ക്. ചേലക്കര മണ്ഡലത്തിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ചേലക്കരയ്ക്ക് സ്വന്തമായി ഒരു MLA ഉണ്ട്. പക്ഷെ ആ MLA വിളിക്കാതെ കുന്നംകുളം MLA വിളിച്ച് പരാതി പറഞ്ഞ് പ്രതികാര നടപടികൾ തുടങ്ങി. ആ കഥകൾ വഴിയെ വരുന്നുണ്ട്. എന്തായാലും അവസാനം ഈ SIയെ കുന്നംകുളത്തേക്ക് സ്ഥലം മാറ്റി ഉത്തരവിട്ടു. ഇതിനിടയിൽ പല അന്വേഷണങ്ങളും നടന്നു. അന്വേഷണത്തിലൊക്കെ ഈ പോലീസുകാരൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു. CCTV ദൃശ്യങ്ങൾ നോക്കി ഇയാൾ വണ്ടി ഇടിച്ചുകൊണ്ട് കൊല്ലാനായിട്ട് കയറി വരുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ കിട്ടി. ഇതൊക്കെ ശരി. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ടേബിളിന് മുന്നിലേക്ക് ഈ സാധനം എത്തിയപ്പോൾ പിന്നെ ഇരിഞ്ഞു മിരിഞ്ഞു നോക്കാനും നോക്കൂല. അവിടെ വാദിയായിട്ട് ചെന്നത് ആരാ? ഒരു സഖാവാണ്, നമ്മുടെ പാർട്ടി പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ, പാർട്ടിക്ക് വേണ്ടിയിട്ട് നഖശികാന്തം പണിയെടുക്കുന്ന, ചോര നീരാക്കി വിയർപ്പൊടുക്കുന്ന ഒരാൾ വന്ന് പരാതി പറയുമ്പോൾ പിന്നെ കേവലം ഒരു പത്രം 4 വരിസംഖ്യ കൂട്ടുന്ന ഒരാളെ നോക്കാനോ അല്ലെങ്കിൽ കേരള പോലീസിനെ സംരക്ഷിക്കാനോ നമ്മുടെ മന്ത്രിക്ക് ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ എന്തായാലും മുഖ്യമന്ത്രി നടപടിയെടുത്തു. നേരെ വിട്ടോ, നേരെ കുന്നംകുളത്തേക്ക് അങ്ങോട്ട് തട്ടി. ഈ പോലീസുകാർക്കൊരു കുഴപ്പമുണ്ട്. അവർ പ്രതിസ്ഥാനത്ത് വന്നാൽ നിരപരാധികളാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി വായടക്കി നിന്നോളണം. വേറെ നിവൃത്തിയില്ല. ബാക്കി കൂടെയുള്ള പോലീസുകാർ ആരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതാൻ വേണ്ട. അവർ ഒറ്റപ്പെട്ടു കഴിഞ്ഞു അവരുടെ കഥ. അതോടുകൂടി ഈ പോലീസുകാരനും അത് തന്നെയാണ് ഗതി, മാറ്റമൊന്നുമില്ല. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ നന്ദികേട് കാണിച്ചില്ല. അദ്ദേഹത്തെ യാത്ര അയച്ചു വിട്ടു കേട്ടോ. നമ്മുടെ നവീൻ ബാബുവിന് കൊടുത്ത യാത്രയപ്പ് പോലെയല്ല, സന്തോഷപൂർവ്വം യാത്ര അയച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവര് പറഞ്ഞു വിട്ടു. പക്ഷെ അവിടെ കൊണ്ട് തീരുമോ? ഇല്ല. സ്വന്തം ഭർത്താവിനുണ്ടാവുന്ന ഒരു മനോവിഷമമുണ്ട്. ആ മനോവിഷമം അത്ര പെട്ടെന്ന് ഭാര്യമാർക്ക് മറക്കാൻ പറ്റൂല. അതങ്ങനെയാണ്. അവരെന്തായാലും ഫേസ്ബുക്കിൽ ഇത് 4 പേര് അറിയണമെന്ന് വിചാരിച്ചു. അവർ നല്ല സുന്ദരമായി അതിമനോഹരമായി ഒരു കുറിപ്പ് അങ്ങോട്ട് എഴുതിയിട്ടു. ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. നമ്മൾ പിണറായി സഖാവിന്റെ പോലീസുകാരോടുള്ള സ്നേഹം അങ്ങനെ മാലോകരെന്നറിയട്ടെ. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സുമയ്യ കബീർ എഴുതുന്നത്. ഇന്നലെ, അതായത് 2/24 ഇന്നലെ ഇട്ട പോസ്റ്റാണ്. ഇന്നൊരു പോലീസ് കഥ ചൊല്ലട്ടുമാ. വെറും കഥയല്ലിത്, എന്റെ കണവന് ലഭിച്ച സമ്മാനത്തിന്റെ കഥയാണ്. കഥ തുടങ്ങുന്നത് ഡിസംബർ 26. പുള്ളിക്കാരൻ 25 രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കാലത്ത് അന്ന് പണിയെടുത്തിരുന്ന പഴയന്നൂർ സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന സമയം കാലത്ത് 7:45, 8 മണി. ഒരു കാറ് കണവന്റെ ബൈക്കിന് നേരെ പതുക്കെ വരുന്നു. കെട്ടിയവൻ ഹോണടിക്കുന്നു. നോ രക്ഷ. കാറ് ബൈക്കിന് നേരെ തന്നെ വരുന്നു. ബൈക്ക് ഫുട്പാത്തിലേക്ക് കയറ്റുന്നു. ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇടിച്ചത് കൊണ്ട് തട്ടിപ്പോകില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഡാമേജ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. കണവൻ വിട്ടില്ല. ഫുട്പാത്തിൽ നിന്നും ബൈക്ക് ഇറക്കി കാറിനൊപ്പം ചെന്ന് എന്താ ചങ്ങായി കാട്ടിനെ ചോദിക്കാൻ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. മാന്യൻ മൈൻഡ് ചെയ്യാതെ പോയി. കണവൻ വിടോ? പോലീസല്ലേ. കാറിന്റെ നമ്പർ എടുത്ത് സ്റ്റേഷനിൽ വിളിച്ച് അഡ്രസ്സും ഫോൺ നമ്പറും കളക്ട് ചെയ്ത് വിളിച്ചു വരുത്താൻ പറഞ്ഞു. വന്നാൽ വാഹനം ഓടിച്ച മാന്യൻ മദ്യസേവ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും നടപടിയെടുക്കാനും പറഞ്ഞ് കക്ഷി വീട്ടിലേക്ക് പോന്നു. പാവം പോലീസുകാരൻ. SI പറഞ്ഞതല്ലേ, അനുസരിക്കുക തന്നെ. നമ്പർ എടുത്ത് വിളിച്ചു. മാന്യൻ സ്റ്റേഷനിൽ വന്നു. പോലീസുകാരൻ ചോദിച്ചു ഇയാൾ കാലത്ത് തന്നെ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്താ ഇങ്ങനെ കാറോടിച്ച ആളുകളെ കൊല്ലാനാണോ പരിപാടി?
SI സാർ 1000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു. തന്റെ അടുത്ത് പണമില്ലെന്ന് മാന്യൻ. പിന്നെ ഓൺലൈനായി അടച്ചാൽ മതി എന്ന് പോലീസുകാരൻ. 1000 രൂപ പെറ്റി രസീതിയാക്കി കൊടുത്തു. അപ്പോഴാണ് മാന്യൻ പറയുന്നത് താൻ ദേശാഭിമാനിയുടെ എന്തോ എഡിറ്റർ ആണെന്നും മീഡിയ അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആണെന്നും. ആരാണെങ്കിലും ആ മെഷീനിൽ അടിച്ചു കൊടുത്താൽ അത് മാറ്റാൻ പറ്റില്ലത്രേ, പ്രധാനമന്ത്രിയാണെങ്കിലും. എന്താ അല്ലേ ഇനിയൊരു ട്വിസ്റ്റ്. മാന്യന് അഭിമാനക്ഷത ഉണ്ടായി. ഭരണകക്ഷിയിലെ പ്രധാന പങ്കാളിയുടെ ജിഹു ആയ സ്ഥാപനത്തിന്റെ എഡിറ്ററും മീഡിയ അക്കാദമി വൈസ് ചെയർമാനുമായി തന്നെ മദ്യപാനിയാക്കി സംശയിക്കുക, പെറ്റി അടപ്പിക്കുക, അതും ഒരു SI. മോശം, വിട്ടാ പറ്റില്ല. രക്തം തിളച്ചു. ആദ്യം അവരുടെ പ്രാദേശിക നേതാവിന്റെ അടുത്ത്. നേതാവ് കണവനെ വിളിക്കുന്നു, കാര്യം തിരക്കുന്നു, സംഭവം പറയുന്നു, ശുഭം. നേതാവും കണവനും വിചാരിച്ചു കഴിഞ്ഞെന്ന്. എവിടെ? അഭിമാനക്ഷതം. തമ്പ്രാൻ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് പരാതി പറയുന്നു. സാറും കണവനെ വിളിക്കുന്നു, കാര്യം പറയുന്നു. കഴിഞ്ഞു എന്ന് കരുതി സാറും കണവനും. എവിടെ? അഭിമാനക്ഷതം. അതിനു മുകളിലേക്ക് പരാതി. പത്രത്തിന്റെ ലെറ്റർ ഹെഡിൽ അദ്ദേഹം തൊട്ടു താഴെയുള്ള പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. കണവനെ തൃശ്ശൂരിലേക്ക് വിളിപ്പിക്കുന്നു. വാഹനം ഇടിക്കാൻ വന്നതിന്റെ CCTV ദൃശ്യം കളക്ട് ചെയ്യുന്നു, റിപ്പോർട്ടാക്കി കൊടുക്കുന്നു. ഇതിൽ തീരുമാനമാകും എന്ന് കരുതി. എവിടെ? അഭിമാനക്ഷതം. വീണ്ടും മാന്യൻ അതും MLAയുടെ കുറിപ്പോട് കൂടി. ദേ വരുന്നു CMന്റെ നേരിട്ടുള്ള നിർദ്ദേശം ആസ്ഥാനത്തേക്ക് നടപടിയെടുത്ത് റിപ്പോർട്ട് നൽകാൻ. അന്വേഷണം വേണ്ട പോലും. ആസ്ഥാനത്തുള്ളയാൾക്ക് നിവൃത്തിയില്ല. CMന്റെ ഓർഡറാണ്. കണവനെയും ആ പാവം പോലീസുകാരനെയും ആസ്ഥാനത്തേക്ക് വിളിപ്പിക്കുന്നു. 3 ദിവസത്തേക്ക് കോഴ്സ് കൊടുക്കുന്നു. അതുകൊണ്ട് അരിശം തീരാത്ത മാന്യൻ ശിക്ഷയുടെ കാഠിന്യം കൂട്ടാൻ വീണ്ടും ഇടപെടുന്നു. ശിക്ഷ ട്രാൻസ്ഫർ ആക്കി ഉയർത്തുന്നു. ഒരു കുറ്റത്തിന് 3 ശിക്ഷ. അതായത് ORM, കോഴ്സ്, ട്രാൻസ്ഫർ. പോലീസിൽ ഇത്തരത്തിൽ ശിക്ഷ കേട്ടിട്ടില്ല പോലും. സോറി, ഇത് തമ്പ്രാനെ പറ്റിയടിപ്പിച്ചതല്ലേ. അങ്ങനെ തന്നെ വേണം എന്റെ കണവന്. ഇത്തരക്കാരെ കുറിച്ച് പറയുമ്പോൾ കണവന് 100 നാക്കായിരുന്നു. ഇതേ പത്രത്തിന്റെ വാർഷിക പരസ്യം കൊടുക്കല്, അത് പുതുക്കല്, എന്തായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എന്റെ ഒരു സംശയമാണ് കേട്ടോ. ഇവരൊക്കെ നിയമം തെറ്റിച്ചാൽ നടപടി എടുക്കാൻ പാടില്ലേ? ചേലക്കരയ്ക്ക് സ്വന്തമായി ഒരു MLA ഉള്ളപ്പോ കുന്തംകുളം MLAക്ക് തന്നെ മാന്യൻ പരാതി കൊടുക്കാൻ കാരണം എന്താ? MLAക്ക് ഒരു പരാതി കിട്ടിയാൽ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാറില്ലേ? ബന്ധപ്പെട്ട സംഘടനയോടെങ്കിലും ചോദിക്കില്ലേ? എന്തോ അനുഭവിക്കട്ടെ എന്റെ കണവൻ. ഇത് ഇവിടെ കുറിച്ചതിന് അടുത്ത ശിക്ഷ ഉണ്ടാകുമോ ആവോ? സസ്പെൻഷൻ, പിരിച്ചുവിടൽ, ഞാനും എന്റെ കുട്ടികളും പട്ടിണി കിടക്കേണ്ടി വരുമോ? ഒരു സമാധാനമുള്ളത് അടികിട്ടി. കൈക്കൂലി വാങ്ങിയിട്ടല്ല, നിരപരാധിയെ തല്ലിയിട്ടല്ല, മേലാഫീസറുടെ മേൽ കുതിര കയറിയിട്ടല്ല, മറ്റു നിയമവിരുദ്ധ പ്രവൃത്തി കൊണ്ടല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, സമാധാനപൂർവ്വം ജനങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, പൊതുനിരത്തിൽ മനസമാധാനത്തോടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പോലീസുകാർ പൊതുനിരത്തിലും സ്റ്റേഷനിലും ഒക്കെ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കണേ. ജനങ്ങളുടെ സേവകരായിട്ട്, ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ പിണറായി നേരിട്ട് പറയുന്നത് നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ നിയമം നടപ്പിലാക്കിക്കോ, എല്ലാം ചെയ്തോ, പക്ഷെ അത് സഖാക്കളുടെ മേൽ കുതിര കയറിയിട്ട് വേണ്ട. എങ്ങനെ കുതിര കയറിയിട്ട്? ഞങ്ങൾ സഖാക്കൾ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ നടക്കും, തോന്നിയതുപോലെ വരും, കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചെന്ന് വരും, അല്ലെങ്കിൽ മറ്റു പലതും ചെയ്തെന്ന് വരും, ചിലപ്പോൾ കട്ടിലിന്റെ അടിയിൽ കിടന്നെന്ന് വരും, അവിടെ നിന്ന് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായെന്ന് വരും. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് തിരിയരുത്. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് പോയാൽ നിങ്ങൾ വിവരം അറിയും. Different angles. Don't forget to subscribe and support this channel.